ഫ്രണ്ട്സ്, റോയൽ ബ്ലൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രീ സൈസ് കുർത്തീസിന്റെയും റോംബർ ടൈപ്പ് കളക്ഷനുമാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വന്നിട്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് കളറില് റിങ്കിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത്. ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത്. നല്ല ജെറ്റ് ബ്ലാക്ക് കളറില് ഇതുപോലെ ഇങ്ങനെ പിങ്ക് കളർ ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. റിങ്കിൾ റയോൺ ആയതുകൊണ്ട് ഇതിന്റെ ലൈനിങ്ങിന്റെ ആവശ്യമില്ല. ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. കോളർ നെക്കാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് പോർഷൻ വരെ അത് ലാസ്റ്റ് വരെയും ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഓപ്പൺ പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നിടത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് വെയർ ചെയ്യാം, അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയർ ചെയ്യാതെയും ബട്ടൺ ഇല്ലാതെയും യൂസ് ചെയ്യാതെയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ ഈ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന അവിടെ തൊട്ട് ഓപ്പൺ അല്ല, സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഷോ ബട്ടൺ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. കോളർ നെക്കാണ് വരുന്നത്. നല്ലൊരു ചൈനീസ് കോളറാണ് വരുന്നത്. നമുക്ക് ജീൻസിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാനായിട്ട് നല്ല. ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഒരു 46 ആണ്. 46-47 അടുപ്പിച്ച് ലെങ്ത് വരുന്നുണ്ട്. നല്ല കട്ടിയുള്ള ഫാബ്രിക്, റിങ്കിൾ റയോൺ അറിയാലോ, കട്ടിയുള്ള ഫാബ്രിക് ആയതുകൊണ്ട് ലൈനിങ്ങിന്റെ ആവശ്യമേ ഇല്ല. നമുക്കൊരു ജീൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അല്ലാതെ ഒരു പിങ്ക് കളർ ബോട്ടോ ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാം. നല്ല ഭംഗിയോട് കാണാനായിട്ട് നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ സ്ലീവ്സ് വന്നിട്ട് 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷനിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ഇതിന്റെ എൻഡ് പോർഷനിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ഷോ ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ, നമുക്ക് ഭയങ്കര സുഖമാണ് വെയർ ചെയ്യാനായിട്ട്. അത്രയും നല്ല സോഫ്റ്റ് ആണ് ഫാബ്രിക് വന്നിട്ട്. അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് XXL to 5XL വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ. XXL to 5XL വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. എം സൈസും എൽ സൈസും എക്സൽ ഒന്നും അവൈലബിൾ അല്ല. XXL to 5XL വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് XXL XL ആർക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്തൊക്കെ ഉപയോഗിക്കാം, അങ്ങനെയും ചെയ്യാം. പിന്നെ സൈസ് ശരിക്കുമുള്ള സൈസ് വന്നിട്ട് XXL to 5XL ആണ്. പ്രൈസ് വന്നിട്ട് 599 മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്നത്. അപ്പോ അഫോർഡബിൾ പ്രൈസ് ആണ് വന്നിട്ടുള്ളത്. നല്ല ഫാബ്രിക്കുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് റോംബർ ടൈപ്പ് ആണ്. റോംബർ ആണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. ഇതില് അനിമൽ പ്രിന്റ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. ഡെൽറ്റ ജോർജറ്റ് ആണ് എന്റെ ഫാബ്രിക് വരുന്നത്. ഇത് നമ്മുടെ ഇന്നർ പോർഷൻ വന്നിട്ടും ജോർജറ്റ് തന്നെയാണ് ഫാബ്രിക് വരുന്നത്. ക്രോപ്പ് ടോപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ യോ പോർഷൻ വരെ മാത്രമാണ് ഉള്ളത്. ഇത് നമുക്ക് ഇതിന് ഇന്നറായിട്ട് ഉപയോഗിക്കാം, ശരിക്കും ഔട്ടറായിട്ട് ഉപയോഗിക്കാം. കാരണം ഇത് വെയർ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ചാലും ഒരു ക്രോപ്പ് ടോപ്പ് പാന്റ് സ്കേർട്ട് പോലെ യൂസ് ചെയ്യാം, ഉപയോഗിക്കാം. അതല്ലാതെ നമുക്ക് റോംബർ ടൈപ്പ് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പൊ നല്ലൊരു അനിമൽ പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. സൈസ് വന്നിട്ട് M to XXL ആണ് സൈസ് വരുന്നത്. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് വെയർ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കും നോക്കാം. അപ്പൊ ഇത് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള രണ്ട് പ്രിന്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ പ്രിന്റ് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് M to XXL ആണ് സൈസ് വരുന്നത്. ലെങ്ത് വന്നിട്ട് ഒരു 46-47 ലെങ്ത് വരുന്നുണ്ട്. ഡെൽറ്റ ജോർജറ്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള ഫാബ്രിക് ആണ്. കട്ടിയുള്ള മീൻസ് നിഴലൊന്നും അടിക്കാത്തൊരു ഫാബ്രിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ഔട്ടർ പോർഷൻ വേണമെങ്കിൽ ഇന്നർ പോർഷൻ ആയിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ജസ്റ്റ് നമുക്ക് അങ്ങനെ ഇവിടെ ഒന്ന് വെയർ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഇത് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതായത് നമ്മുടെ ആ ക്രോപ്പ് ടോപ്പിന് ഫ്രണ്ടില് ഇന്നറായിട്ട് യൂസ് ചെയ്തിട്ട് മറ്റേത് ഔട്ടറായിട്ടും യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്കേർട്ട് ആൻഡ് ടോപ്പ് പോലെയും യൂസ് ചെയ്യാം. എല്ലാ രീതിയിലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. രണ്ടും നല്ല ഭംഗിയായിട്ട് തന്നെ, കാരണം ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോ ഇതിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ റോംബർ വന്നിട്ട് ജസ്റ്റ് ഒരു പ്രിന്റിന് മാത്രം വ്യത്യാസമുണ്ട് കേട്ടോ. മറ്റേത് നിന്ന് കുറച്ചുകൂടെ ഒരു വലിയ പ്രിന്റാണ് വരുന്നത്. ഇതിൽ ജസ്റ്റ് ഇങ്ങനത്തെ പ്രിന്റാണ് വരുന്നത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് കറക്റ്റാ നോക്കി ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ചെറിയൊരു വ്യത്യാസം ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ.
അപ്പൊ രണ്ടിന്റെയും സൈസ് വന്നിട്ട് M2XX ആണ് സൈസ് വരുന്നത്. നിങ്ങൾക്ക് M സൈസുകാർക്ക് XL S സൈസുകാർക്ക് വേണമെങ്കിൽ M സൈസ് എടുത്ത് കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്യാം. വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു അനിമൽ പ്രിന്റിലൊക്കെ വന്നിട്ടുള്ള നല്ല ഡെൽറ്റ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന റോംബറാണ് വന്നിട്ടുള്ളത്. അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പൊ ആരും മിസ്സാക്കരുത്. ലെങ്ത് എന്ന് പറയുന്നത് ഒരു 46 ലെങ്ത് വരുന്നുണ്ട്. 46-47 ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിതിനെ ഔട്ടർ പോർഷൻ ഇന്നർ പോർഷൻ എടുത്ത് ഇത് ഔട്ടർ പോർഷൻ ആക്കി ഇത് ഇന്നർ പോർഷൻ ആക്കിയിട്ട് ഫുൾ വ്യൂ വരുന്നത്. സൈസ് വന്നിട്ട് M2XX ആണ് സൈസ് വരുന്നത്. പ്രൈസ് വന്നിട്ട് 585 മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ. 585 രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത്. ആരും മിസ്സാക്കരുത്, വേഗം പർച്ചേസ് ചെയ്യുക. ഇത്രയും അഫോർഡബിൾ പ്രൈസിനുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് വേറെ ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ് കേട്ടോ. അപ്പൊ ആരും മിസ്സാക്കണ്ട. M2XX വരെയാണ് സൈസ് വരുന്നത്. ഈ M സൈസ് എന്നൊക്കെ പറയുന്നത് സ്മോൾ സൈസുകാർക്കൊക്കെ യൂസ് ചെയ്യാം. കാരണം കുറച്ച് മോൾട്ടർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മോൾ സൈസുകാർക്കും യൂസ് ചെയ്യാം. അപ്പോ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ. അപ്പൊ പ്രിന്റിനൊരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഞാൻ പ്രിന്റ് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രിന്റിനൊരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അടിപൊളി കളക്ഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.